കുരിശിന്റെ വഴിയിലെ 14-ാം സ്ഥലം. ഈശോ മിശിഹ കല്ലറയിൽ അടക്കപ്പെടുന്നു. ഈ സ്ഥലത്തേക്ക് കടക്കുന്ന നമ്മെ കല്ലറ നിശബ്ദതയുടെയും കാത്തിരിപ്പിന്റെയും പ്രതീകമാണെന്ന് വലിയ ബോധ്യത്തിലേക്ക് ദൈവാത്മാവ് നയിക്കുന്ന പുണ്യ നിമിഷമാണിത്. കാൽവരിയിലെ പീഡാനുഭവങ്ങൾക്കും ക്രൂരമായ മരണത്തിനും ശേഷം ലോകരക്ഷകൻ ഒരു കല്ലറയുടെ നിശബ്ദതയിലേക്ക് മടങ്ങുകയാണ്. പ്രത്യാശകൾ അസ്തമിച്ചുവെന്നും എല്ലാം അവസാനിച്ചുവെന്നും ലോകം കരുതിയ നിമിഷം. എന്നാൽ ആ നിശബ്ദതയിൽ ദൈവം തന്റെ വലിയ അത്ഭുതമായ ഉദ്ധാനത്തിനായി ലോകത്തെ ഒരുക്കുകയായിരുന്നു. ഈ ചിന്ത നമ്മെ നയിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തപ്പോഴും ദൈവം നിശബ്ദനായി നമ്മോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവിലേക്കാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കല്ലറവാതിൽക്കൽ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ബലഹീനതകളും ഞങ്ങൾ അടക്കം ചെയ്യുന്നു. അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങയുടെ ഉദ്ധാനത്തിന്റെ വെളിച്ചം നിറയ്ക്കണമേ. മരണത്തെ ജയിച്ച് അങ്ങയോടൊപ്പം നിത്യജീവനിൽ പങ്കുചേരാൻ നമ്മെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 14-ാം സ്ഥലത്തേക്ക് ഭയഭക്തി ആദരവോടെ കടക്കാം. ജീവന്റെ ഉറവായ ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോയെ, ഞങ്ങളെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുക്കുന്നു. 100 പാത്രങ്ങളും സുഗന്ധകൂട്ടുകളുമായി നിക്കോദോസും അയാളുടെ കൂടെ വന്നിരുന്നു. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് കച്ചവടം പരിമളദ്രവ്യം കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയുണ്ടായിരുന്നു. ശാപകരം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങയുടെ ആത്മാവിനെ പാതാളത്തിൽ തട്ടുകയില്ല. അങ്ങ് പരിശുദ്ധനെ പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയുടെ മുന്നിൽ മരിക്കുന്നവർ അങ്ങ് ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദിസവഴിയായി ഞങ്ങളും അങ്ങോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങ് പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ ശരീരം കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടപ്പോൾ അത് വെറുമൊരു അന്ത്യമായിരുന്നില്ല, മറിച്ച് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഉദ്ധാനത്തിലേക്കുള്ള കാത്തിരിപ്പായിരുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കല്ലറ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. പരാജയങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും
പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ കൊണ്ടും നമ്മുടെ ജീവിതം ഇരുളടഞ്ഞൊരു കല്ലറ പോലെയാണെന്ന് നമുക്ക് തോന്നാം. ദൈവത്തിൻ്റെ മൗനം നമ്മെ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ ഓർക്കുക, ഗോതമ്പ് മണി മണ്ണിൽ വീണഴിയുന്നത് നശിക്കാനല്ല, മറിച്ച് നൂറുമേനി ബലം പുറപ്പെടുവിക്കാനാണ്. നമ്മുടെ സങ്കടങ്ങളും കണ്ണുനീരും ഈ കല്ലറയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്നാണ് പുതിയൊരു പ്രത്യാശ ജനിക്കുന്നത്. ഈശോയുടെ കല്ലറ നമ്മോട് പറയുന്നത് ഒന്നേയുള്ളൂ: മരണത്തിന് ജീവിതത്തിന്മേൽ അവസാന വാക്ക് പറയാനാവില്ല. ഇരുളിനു ശേഷം പ്രകാശമുണ്ട്, ദുഃഖത്തിനു ശേഷം ഉദ്ധാനമുണ്ട്. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.